മുസ്താഖയിലാണ്. ഞാനുള്ളത് എടപ്പാൾ പൂക്കരത്തറ ദാറുൽ ഹിദായ ഓർഫനേജ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇന്നിവിടെ ഉപജില്ലാ ശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശാസ്ത്രമേളയുടെ ഭാഗമായിട്ടുള്ള വളരെയധികം ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് ഭക്ഷ്യമേള. വാഴയുടെ കായ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള പലതരം വിഭവങ്ങൾ എന്നോട് ഒരുക്കിയിട്ടുണ്ട്. ഇത് പരിചയപ്പെടുത്താനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും വീഡിയോ മിസ്സാക്കാതെ തുടർന്ന് കാണുക. ഓക്കെ. നമ്മളൊക്കെ വാഴ കൊണ്ട് എന്തൊക്കെ വിഭവങ്ങളാണ് കണ്ടിട്ടുണ്ടാവുക? പഴംപൊരി, കായ വറുത്തത്, പച്ചക്കായ ഉപ്പേരി, ഉണ്ണിത്തണ്ടുപ്പേരി, മാണിത്തണ്ടുപ്പേരി, കായപ്പൊടി എന്നിങ്ങനെ ഏറി മറിഞ്ഞൊരു 10-12 ഐറ്റംസ് ആണ് നമ്മളൊക്കെ വാഴ കൊണ്ടുള്ള വിഭവങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്നാൽ ഇവിടെ എടപ്പാൾ ഉപജില്ലയിലെ LP UP സ്കൂളുകളിൽ നിന്നുമായി പല സ്കൂളുകളിൽ നിന്നുമായി 100 കണക്കിന് വിഭവങ്ങളാണ് വാഴയുടെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് 2 സുന്ദരി കുട്ടികളോട് ഉണ്ട് കേട്ടാ. എന്താ പേര്? ഷെൻസ ഫാത്തിമ, ഐഷ ഷിഫ. നിങ്ങൾ ഏത് സ്കൂളിനാണ് വരുന്നത്? SM സ്കൂൾ ചങ്ങരംകുളം അല്ലേ? ആ, ഇതൊന്ന് വിവരിച്ചു കൊടുത്ത ഞങ്ങളുടെ പ്രേക്ഷകർ. ഇതൊക്കെ എന്താണ് സംഭവം? ഇത് പഴംപൊരി, ഇതെല്ലാവർക്കും അറിയാം. ഇത് കായ പൊരിച്ചത്. ഇത് വാഴക്കൂമ്പ് തോരൻ അല്ലേ? വാഴക്കൂമ്പ് തോരൻ. അത് ഇത് പഴം കുമ്പളം അല്ലേ? പഴം കുമ്പളപ്പം അല്ലേ? ഓക്കെ ഓക്കെ. ഇതില് പിന്നെ അത് കായ വെച്ചത് അതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇത് പഴത്തിന്റെ അച്ചാർ. പഴത്തിന്റെ അച്ചാർ. ഇത് കട്ട്ലൈറ്റ് പഴത്തിന്റെ. ഇത് പച്ചക്കായ ഫ്രൈ. ഇത് ഉണ്ണിത്തണ്ടുപ്പേരി. ഓക്കെ. അതിന് സാധാരണ ഇത് ഒരു പ്രത്യേകത ആണല്ലോ. അതെന്താ? ഇത് വാഴയിലന്റെ ഹൽവ. വാഴയില കൊണ്ടുള്ള ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. പിന്നെ അതുപോലെ തന്നെ വാഴയുടെ പുട്ടിങ് ഉണ്ട്, പിന്നെ തോരൻ, പിന്നെ ഒരു ഇതൊക്കെ സാധനം. ഇവിടെ ഈ സെക്ഷനിൽ ഒരു ഇതൊക്കെ നമ്മൾ അറിയുന്ന സാധനം തന്നെയാണ്. പിന്നെ മറ്റു സെക്ഷനിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടാ. ഓക്കെ. അപ്പോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഇതുപോലെ പരിപാടികളൊക്കെ പങ്കെടുക്കണം കേട്ടാ. നല്ല നല്ല പരിപാടികളൊക്കെ പങ്കെടുക്കണം, നന്നായി പഠിക്കണം. ഓക്കെ, താങ്ക് യു. ഇതില് പെൺകുട്ടികൾ മാത്രല്ല കേട്ടാ, ഇതില് ആൺകുട്ടികളുണ്ട്. അവരെ കഴിവ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. എന്റെ പേര് മുഹമ്മദ് റിഫാൻ. ശ്രീരാഗ്. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മൂതൂര് അല്ലേ? ഇതിൽ വേറെ വെറൈറ്റി ഉള്ളത് ഒരു വെറൈറ്റി ഉള്ള സാധനം പറഞ്ഞു. വെറൈറ്റി പുഡിങ്. അടിപൊളി പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ട് വാഴപ്പഴം പുഡിങ് ആണ് കേട്ടാ. നമ്മള് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇതെന്താ മോനെ? ആ പൂവിന്റെ തോട്ടല്ലേ? മറ്റേ വാഴയുടെ പൂവുണ്ടല്ലേ? ഉണ്ണിത്തണ്ടിന്റെ ഉള്ളിൽ അല്ല, മാണിത്തണ്ടിന്റെ ഉള്ളിലെ പൂവുണ്ടല്ലേ? ഇതാ വാഴപ്പൂ പക്കവട അല്ലേ? ഉണ്ണിപ്പിണ്ടി മധുരം. സൂപ്പർ ആയിട്ട് കേട്ടാ. ഓക്കെ. ഇത് നല്ല ഔഷധങ്ങളുള്ളതാണല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്താ? ഉണ്ണിത്തണ്ട് ജ്യൂസ്. ഇത് എങ്ങനെ ഉണ്ടാക്കണം അറിയാം ഞങ്ങൾക്ക്? നമ്മള് മിക്സിയിട്ട് അരച്ചിട്ട് അതില് ഏലക്ക, ഇഞ്ചി ചേർത്ത് നമ്മള് എടുക്കുക. പഞ്ചസാര ചേർക്കാൻ. ഇത് നല്ല ഉണ്ണിപ്പിണ്ടി പറഞ്ഞ പോലെ വളരെ ഔഷധങ്ങളുള്ളതും വളരെ ഫൈബർ ഇറങ്ങിയ ഒരു വിഭവമാണ് ഈ ഉണ്ണിത്തണ്ട് കേട്ടാ. ഓക്കെ, അപ്പോ താങ്ക് യു. ആൺകുട്ടികളെ എത്തിക്കെത്തിയിരിക്കുകയാണ്. എന്റെ പേര് ഇഷാൻ. ഷാദിൻ. ഏത് സ്കൂള് നിങ്ങള്? KMLP സ്കൂൾ കല്ലൂർമ അല്ലേ? ഓക്കെ. ഇത് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അറിയില്ലേ? ഇതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏതാ? ഇതെന്താ സാധനം? വാഴയില മിഠായി. ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാം? ഇത് വാഴയുടെ ഇല കൊണ്ടാ ഉണ്ടാക്കുന്നത്? ഓക്കെ. വേറെ ഏതാ? വേറെ വെറൈറ്റി ഏതുള്ളത്? അതെന്താ? വാഴത്തണ്ട് ജ്യൂസ് അല്ലേ? ഓക്കെ, സൂപ്പർ. പിന്നെ ഇതെന്താ? മേൽപ്പൂരി. ബേൽപൂരിയാ? ബേൽപൂരി. ഉണ്ണിത്തണ്ടോട് ഉണ്ടാക്കി ബേൽപൂരി അല്ലേ? പിന്നെ വാഴയുടെ കറി ഉണ്ട്. ഇത് സലാഡ് അല്ലേ? വാഴ സലാഡ്. ഇത് ഹൽവ അല്ലേ? പുഡിങ്. വാഴയില് പുഡിങ് ആണല്ലേ? ഓക്കെ. എല്ലാം അടിപൊളിയാണല്ലോ. കട്ട്ലറ്റ് ഉണ്ടല്ലോ അല്ലേ? കട്ട്ലറ്റ് സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്ത് സാധനം?
വാഴപ്പൂ ബജ്ജി. വാഴപ്പൂ ബജി അല്ലേ? ആ ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളിയാണല്ലോ. പിന്നെ പിന്നെ ഉണ്ണിത്തണ്ട് ഉപ്പേരിയുണ്ടല്ലേ? ഉണ്ണിത്തണ്ട് ഇതേതാണ്? നിറമധുരം. നിങ്ങൾ കഴിച്ചിക്കണ? കഴിച്ചിട്ടില്ല? ഇത് കഴിഞ്ഞ കഴിക്കും അല്ലേ? എല്ലാവർക്കും കാട്ടി കൊടുത്തിരുന്ന് കഴിക്കല്ലേ? അപ്പൊ സൂപ്പർ ആയിട്ട് കിട്ടാ. അപ്പൊ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഇനിയും പങ്കെടുക്കണം. അപ്പോ എക്സ്പ്ലെയിൻ ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു. വേറെ 2 സുന്ദരി കുട്ടികളോട് ഇരിക്കണം കേട്ടാ. എന്റെ പേര് ഹവ. ഹവ. സ്കൂള് GPS കോലളമ്പ. GPS കോലളമ്പ അല്ലേ? എന്റെ പേര് ഷിംന. ഷിംന. അതേ സ്കൂൾ തന്നെയാണോ? ഇതൊക്കെ എന്തോന്ന് വിരിച്ചു തരും? ഇതൊക്കെ ഇത് പറയണ്ട. ഇതെന്താ? അൽവ. വാഴയുടെ അലുവല്ലേ? പിന്നെ വേറെ വെറൈറ്റി ഏതാ അതില്? വെറൈറ്റി ഇതെന്താ? ഇത് വെറൈറ്റി ഇതെന്താ? വാഴപ്പൂപ്പ്. വാഴപ്പൂപ്പ് കട്ടല്ലേ? ഇതോ? വാഴപ്പിണ്ടി തൈര് സംഭാരം. വാഴപ്പിണ്ടി തൈര് സംഭാരം. ആ ഓക്കെ, വാഴപ്പിണ്ടി തൈര് സംഭാരാണ്ടത്. വെറൈറ്റി നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരാണ്ടാ. കേൾക്കാത്ത ഐറ്റംസുകളൊക്കെ എടുത്ത് വാഴയുടെ ഹലുവ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെറൈറ്റി ഉള്ളല്ലേ? ഇതെന്താണോ? വാഴപ്പിണ്ടി ഫ്രൈ ആണ്. വാഴപ്പിണ്ടി ഫ്രൈ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. നന്നായി പഠിക്കണം കേട്ടാ. ഇത് മാത്രം പോരാ, ഇത് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇനി പങ്കെടുക്കണം കേട്ടാ. ഓക്കെ, താങ്ക് യു. അക്ഷിത്. അക്ഷിത്. ആദി. ആദി. ഏത് സ്കൂളിനെ? ഒരു സ്കൂളല്ലേ? ഓക്കെ. ഇതിൽ ഏത് വെറൈറ്റി? ഒരുപാട് ഐറ്റങ്ങൾ കണ്ട് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന ഏതാ ഐറ്റംസ്? ഇതാ ഏതാ? റൈസാ? ഇതൊക്കെ എന്താ? തോരനല്ലേ? ഓക്കെ. പായസങ്ങൾ ഇതൊക്കെ നിങ്ങൾ കുടിച്ചു? പിന്നെ എന്താ കുടിക്കുക? ഞാൻ അതൊന്നും കിട്ടില്ല. അപ്പൊ നമ്മുടെ കൊച്ചു പിള്ളേരെ വിഭവങ്ങൾക്കൊക്കെ നല്ലൊരു ലൈക്ക് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. ബൈ ബൈ.